ഹായ്. അപ്പോൾ ഞാനേ ഇതേപോലെ ഒരു ചട്ടി വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ചട്ടി വാങ്ങിയപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ചേച്ചി ഇവിടെ വന്നിട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്ത് എണ്ണ ആയാലും കുഴപ്പമില്ല, എന്നിട്ട് വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് തേച്ച് നോക്കിയെന്നാണ്. അപ്പോൾ നമുക്കൊന്ന് തേച്ച് നോക്കിയാലോ. അപ്പോളേ ഇതേപോലെ തുരുമ്പ് പിടിച്ച ചട്ടിയൊക്കെ നമ്മളെ വീട്ടിലിരിക്കുന്നുണ്ടാവില്ലേ, നമുക്കിതൊന്ന് ഫ്രഷ് ആക്കി എടുക്കട്ടോ. അപ്പോൾ അതാ ഒരു ചട്ടി ആദ്യം എടുത്തിട്ട് ഇനി എണ്ണ വെളിച്ചെണ്ണ എന്താ കയ്യിലുള്ളത് അത് അല്പതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് നല്ല തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാം. എല്ലാത്തോട്ട് തേച്ച് കൊടുക്കട്ടാ. ഇപ്പൊ ചട്ടി ഫ്രഷ് ആയിക്കില്ല. ഇതുപോലെ പുറം ഒക്കെ ഒന്ന് ഇതുപോലെ എണ്ണ തേച്ച് നല്ലോണം ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ആക്കണേ ഒരു ബൗളിൽ ഒഴിച്ചാൽ ആക്കിയാൽ പോരട്ടാ, അതായത് കുഴപ്പമില്ല. ഇവിടെ തേച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എണ്ണയും മഞ്ഞൾപ്പൊടി നല്ലോണം തേച്ച് പിടിപ്പിച്ച് നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കുക. ഇതട്ടാ നല്ല വെയിലത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ബാക്കി എന്നിട്ട് റിസൾട്ട് കാണിച്ചു തരാം. വെയിലുള്ളട്ടെ. അപ്പോൾ ചട്ടി വെയിലത്തൊക്കെ വെച്ച് കുറച്ച് ചൂടൊക്കെ ആകുമ്പോൾ ഇതൊന്ന് നല്ലോണം ക്ലീൻ ആക്കി എടുക്കട്ടോ. അപ്പോൾ തേച്ച് കഴുകി ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. പക്ഷെ ഒരു വൃത്തിയായില്ല. എന്നൊക്കെ ഇങ്ങനൊരു ഇങ്ങനെ വരുന്ന ഇരുമ്പിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്നോട് ഈ ചട്ടി വാങ്ങിയ ആള് അങ്ങനെയായിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണ എന്തെങ്കിലും ഇതാക്കിങ്ങാണ്ട് വെയിലത്ത് വെച്ചങ്ങാണ്ട് തേച്ച് എഴുതിയാൽ ക്ലീൻ ആവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ക്ലീൻ ആയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ഇത് ക്ലീൻ ആക്കി എടുക്കാനുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ കഴുകിയാലും കണ്ടോ ഇങ്ങനെ വരുന്നേ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊരു എന്താ പറയുക വൃത്തി തോന്നൂല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇങ്ങനെ ഈ കറ ഒരു ഇരുമ്പിൻ്റെ ഒക്കെ ഒരു എന്താണ് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ.